ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും പാട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. പാട്ട് പാടാനുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇന്ന് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. സ്മ്യൂൾ, അതുപോലെ തന്നെ സ്റ്റാർ മേക്കർ പോലുള്ള ആപ്ലിക്കേഷൻസുകൾ ഇന്ന് ലഭ്യമാണ്. എന്നാൽ സ്മ്യൂൾ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നെങ്കിൽ, അതിൽ പാട്ട് പാടണമെങ്കിൽ നിങ്ങൾക്ക് VIP ആക്സസ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പാട്ട് എടുത്ത് നിങ്ങൾക്ക് പാടാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ നിങ്ങൾ ആ സ്മ്യൂളിൽ മറ്റുള്ളവർ പാടിയതിന് ജോയിൻ ചെയ്യാം എന്നല്ലാതെ നിങ്ങൾക്കതിൽ പാട്ട് പാടാനോ ഇൻവൈറ്റ് ചെയ്യാനോ സാധിക്കില്ല. എന്നാൽ ഞാനിപ്പോൾ സ്മ്യൂൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു പാട്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു പാട്ട് ഇവിടെ സെലക്ട് ചെയ്യാണ്. പാട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ജോയിൻ മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ, ബാക്കിയൊക്കെ VIP എന്നുള്ള ഒരു സിമ്പിൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഏത് ഭാഗം എടുത്തു കഴിഞ്ഞാലും അവിടെ പേയ്മെൻറ്റ് ചോദിക്കും. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും, ഞാൻ സോളോ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇനി മുതൽ സ്മ്യൂളിൽ ഫ്രീ ആയിട്ട് എല്ലാ പാട്ടുകളും പാടാൻ സാധിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക, എങ്ങനെയാണ് ഫ്രീ ആയിട്ട് സ്മ്യൂളിൽ പാടുക എന്നത്. തുടർന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ നിലവിലുള്ള സ്മ്യൂള് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആപ്പ് ഇൻഫോ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. മുകളിൽ വലതുവശത്ത് ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ആ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏറ്റവും താഴെ ഫോഴ്സ് സ്റ്റോപ്പ് എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ഈ സ്റ്റോറേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെ 2 ഓപ്ഷനുണ്ട്, ക്ലിയർ കേച്ച്, ക്ലിയർ ഡാറ്റ. ഞാനിവിടെ ക്ലിയർ കേച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ക്ലിയർ ഡാറ്റ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുകയാണ്. ചിലപ്പോൾ സംശയം ഉണ്ടാവും, ക്ലിയർ ഡാറ്റയും ക്ലിയർ കേച്ചും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാടിയ പാട്ടുകളൊക്കെ ഡിലീറ്റ് ആയി പോകുമെന്ന്. ഒരിക്കലും നിങ്ങൾ പാടിയ പാട്ടോ ജോയിൻ ചെയ്തതോ ഒന്നും തന്നെ ഡിലീറ്റ് ആകില്ല. ഈ ആപ്ലിക്കേഷൻ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ മൊബൈലിൽ സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റയാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. അതല്ലാതെ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച ഒന്നും ഡിലീറ്റ് ആയി പോകുന്നതല്ല. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. എന്നിട്ട് ഇവിടെ അൺഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക, അതായത് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യുകയാണ്. തുടർന്ന് ഓക്കെ കൊടുക്കണം. ഇപ്പോൾ ആ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഞാൻ തരുന്ന ലിങ്കിലൂടെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതായത് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നില്ല, കാരണം ഇത് ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കുന്ന ലിങ്കാണ്. അതായത് ഞാനിപ്പോൾ ഒരു ലിങ്ക് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ തന്നു കഴിഞ്ഞാൽ ആ ലിങ്കിലൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ, ഞാൻ വാട്സപ്പിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങൾ കമൻറ്റായി എനിക്ക് അറിയിക്കുക, ലിങ്ക് വേണം എന്നുള്ളവർ മാത്രം. അവർക്ക് ഞാൻ പേഴ്സണലായിട്ട് ഈ ലിങ്ക് അയച്ചു കൊടുക്കുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ വാട്സപ്പിൽ ഒരാൾക്ക് ലിങ്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക. ഇപ്പോൾ ഏറ്റവും താഴെ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാണ്. ഇതുപോലെ ഞാൻ തരുന്ന ലിങ്കിലൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഓപ്പൺ കൊടുക്കുകയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫേസ്ബുക്ക് ഐഡിയിലോ അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പറിലോ രജിസ്റ്റർ ചെയ്ത സ്മ്യൂളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രൂപത്തിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ എന്തായാലും മെയിൽ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് തന്നെ ആയിരിക്കണം നിങ്ങളുടെ സ്മ്യൂള് ലോഗിൻ ചെയ്തിരിക്കേണ്ടത്. അതേ മെയിൽ ഐഡിയും പാസ്വേഡും നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സൈൻ ഇൻ വിത്ത് ഇമെയിൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് ഞാൻ എൻ്റെ മെയിൽ ഐഡിയും പാസ്വേഡും ഞാനിവിടെ എൻ്റർ ചെയ്യാണ്. ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്.
നെക്സ്റ്റ് കൊടുത്ത ഉടനെ തന്നെ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെ ഒരു സിമ്പിൾ നിങ്ങൾ കാണാൻ സാധിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്യാൻസൽ എന്ന ഭാഗത്താണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നോ എന്നുള്ള ഭാഗം ഇടതുഭാഗത്ത് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പാട്ട് സെലക്ട് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് പാടാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഞാനിപ്പോൾ ഒരു പാട്ട് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം വീണ്ടും ഇതുപോലെ കാണിക്കും. അന്നേരം നിങ്ങൾ ക്യാൻസൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നേരത്തെ VIP എന്ന് കണ്ട ഭാഗത്തൊന്നും ഇപ്പോൾ ആ സിമ്പിളില്ല. അതായത് നമുക്ക് പാട്ട് സോളോ വേണമെങ്കിൽ സോളോ, അല്ലെങ്കിൽ ഡു ഇറ്റ് വേണമെങ്കിൽ ഡു ഇറ്റ്, ഗ്രൂപ്പ് വേണമെങ്കിൽ ഗ്രൂപ്പ്, ഏതും സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സോളോ സെലക്ട് ചെയ്യാണ്. ഇവിടെ ഹെഡ്ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി കാണിക്കുകയാണ്. ഞാനിവിടെ ഓക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഇപ്പോൾ ക്യാമറ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാനിവിടെ നോ കൊടുക്കുകയാണ്, ക്യാമറ ആവശ്യമില്ല. ഇവിടെ ഞാൻ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് പാടാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ ഹെഡ്ഫോൺ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഹെഡ്ഫോണിൻ്റെ ചിഹ്നം പിന്നെയും വന്നത്. ഇപ്പോൾ പാട്ട് സ്റ്റാർട്ടിംഗ് ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇതുപോലെ ഏത് പാട്ടും സെലക്ട് ചെയ്ത് പാടാൻ സാധിക്കും. ഇപ്പോൾ ഈ പാട്ട് ഞാനിപ്പം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പാടുമ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് തടസ്സമാകും. അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഏത് പാട്ടും വളരെ സിമ്പിളായിട്ട് ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് പാടാൻ സാധിക്കും. ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. കാരണം അവർക്കും ഇതുപോലെ പാടാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു രൂപത്തിൽ അവർക്ക് സ്മ്യൂളിൽ ഫ്രീ ആയിട്ട് പാടാൻ സാധിക്കും. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ലിങ്ക് ഞാൻ അതിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.